എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ പുറത്തേക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പോകാട്ടോ. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മളൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ക്യാപ്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊരു വ്ളോഗായിട്ട് ഇടാട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഞാൻ അങ്ങനെ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിത് പോയിക്കൊണ്ടിരിക്കാട്ടോ, ലിഫ്റ്റിലാണ്. എൻ്റെ കൂട്ടുകാരി ഉണ്ട്, കുക്കുടു. ഇതാട്ടോ ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്, ഞങ്ങളുടെ റിവേഴ്സിങ് ഔട്ട്ഫിറ്റാണ്. കുക്കുടു വന്ന് ഔട്ട്ഫിറ്റ് കാണിച്ച് ഇതൊക്കെ വൈറ്റിൽ വൈറ്റ് ലെറ്റേഴ്സ്, വൈറ്റിൽ ബ്ലാക്ക് ലെറ്റേഴ്സ്. നടന്നു പോയിക്കൊണ്ടിരിക്കാട്ടോ. ഞങ്ങൾക്ക് ഈ വഴിയല്ല പോകേണ്ടത്, അവിടെ ഒരു വഴിയാണ് പോകേണ്ടത്. പക്ഷെ എനിക്ക് ഇവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. അപ്പോൾ അതെനിക്ക് രാത്രി കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രമാത്രം എൻ്റെ വോയിസ് ക്ലിയർ ആണെന്ന് ഉറപ്പില്ല. ഇപ്പോൾ വണ്ടി ഇടിച്ച് മരിച്ചേനെ. ഓക്കെ, കാണുന്നതാട്ടോ ക്ലോക്ക് ടവർ. ഈ മരം കാരണം അത് കാണാൻ പറ്റണില്ല. ഇപ്പം ഞാൻ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണേന്. ഞാൻ അവിടെ എത്തിയിട്ട് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ക്ലോക്ക് ടവർ നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഞങ്ങൾക്ക് ആകെ അടയാളം പറഞ്ഞു കൊടുക്കാനായിട്ടുണ്ടായിരുന്നത് ക്ലോക്ക് ടവറിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങിലാണ് ഞങ്ങൾ താമസിക്കുന്നത് എന്നുള്ളത് മാത്രമായിരുന്നു കേട്ടോ. നല്ല രസമാണ്. ഇത് രാത്രി കാണാൻ കുറച്ചും കൂടെ ഭംഗിയാണ്. അത് കാരണം കേട്ടോ ഞാൻ ഇതെന്തായാലും നിങ്ങളെ കാണിച്ചു തരണമെന്ന് വിചാരിച്ചു. ഇവിടെയുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അത്ര പുതുമയൊന്നുമല്ല, പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്. അപ്പോൾ അതെ, നമ്മൾക്ക് ഇവിടെ നിന്ന് നേരെയാണ് നടന്നു പോവേണ്ടത്. അപ്പോൾ ഞാൻ ഇനി അവിടെ എത്തിയിട്ട് ബാക്കിയുള്ളത് കാണിക്കാം കേട്ടോ. ഇതൊരു സാം സ്റ്റോർ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഉക്കെ ഉക്കെ എന്നും പറയും. ഇതൊരു ത്രിഫ്റ്റ് സ്റ്റോറാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് ടോപ്സ് ഒക്കെ എടുക്കാറുണ്ട്. ഞാൻ ഈ നടന്ന് സംസാരിക്കണോണ്ടാണ് കേട്ടോ ഈ കിതയ്ക്കുന്നത്. അത് ബസാം സെൻ്ററാണ്. അവിടെ നിന്ന് ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങളാരും പേടിക്കണ്ട കേട്ടോ. അവിടെ ഭയങ്കര ഇരുട്ടായതുകൊണ്ട് ഞാനിങ്ങനെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഇട്ടതാട്ടോ. ഈ ഒരു ഏരിയ കാണുമ്പോഴത്തേക്കിനും എനിക്ക് നമ്മുടെ നാട്ടിൽ അമ്പലങ്ങളുടെ സൈഡിലൊക്കെ ഉണ്ടാകുന്ന സ്ഥലമില്ലേ, അതുപോലെ തോന്നിട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ കമൻറ്റ് ബിലോ. ഏകദേശം സ്ഥലം എത്താറായി എന്നാണ് നമ്മളുടെ കുക്കുട് പറയുന്നത്. അതായത് നമ്മളുടെ ഇവിടുത്തെ വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫിലിപ്പിനോ ബ്രെഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. എനിക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഇവള് ഏതോ ഒരു ദിവസം ഇവിടെ എവിടെയോ കണ്ടു എന്ന് പറഞ്ഞിട്ടാട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം അത് കിട്ടിയോ എന്നുള്ളത്. കായോട്ടോ കുക്കുട് നമ്മളോട് ഇപ്പെത്തുന്ന് പറഞ്ഞ് നമ്മളെ കൂട്ടി നടത്താൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറായിട്ടോ. പിന്നെ ഇത് വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പിന്നെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളുടെ മിഷൻ ഇന്ന് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് ഫിലിപ്പിനോ ബ്രെഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി വീട്ടിൽ ചെന്നിട്ട് ഇത് അറ്റാക്ക് ചെയ്ത് കാണിക്കാം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ട്? ഇത് അടിപൊളി ടേസ്റ്റ് ആണ്. എൻ്റെ സൗണ്ട് എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ സാധാരണ ഇതുപോലെയുള്ള ഞങ്ങളുടെ മിഷൻസൊക്കെ ഫ്ലോപ്പ് ആവാറാണ് കേട്ടോ പതിവ്. ഇന്നിപ്പോൾ എന്താണോ പറ്റിയത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അവൾ പാവക്കളി കളിക്കുകയെന്ന്. പക്ഷെ അല്ല കേട്ടോ, വെറുതെ അവിടെ പോയി അത് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്. പൈസ ഒന്നിട്ടിട്ട് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് കണ്ടോ നിങ്ങൾ? ഇത് കണ്ടിട്ട് ഇവിടെ എൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു ദ ബോളി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് എന്താണല്ലേ ദ ബോളി സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ദ ബോയിൽ എന്നായിരുന്നു കേട്ടോ. തലതിരിഞ്ഞ ജീവിതമാണ് ഞങ്ങളുടെ. ചായ കുടിക്കാനായിട്ടോ വന്നിട്ടുണ്ടായിരുന്നേ. ഈ ഒരു ഭാഗത്തിൽ ഞാൻ സംസാരിക്കണില്ലേന്നാട്ടോ അലീന എൻ്റെ അടുത്ത് ചോദിക്കണേ. പക്ഷെ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർ ഈ കൊച്ചു എന്ത് ആക്ഷൻ സോങ് ഈ കാണിക്കണേ എന്നുള്ള ഭാവത്തിൽ നോക്കുന്നതുകൊണ്ട് ഞാനൊന്നും മിണ്ടായിരിക്കാം കേട്ടോ. ഇവിടെ നിന്നാട്ടോ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നേ. അവിടെ ഇരുന്നിട്ടോ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നേ കേട്ടോ. അപ്പോൾ ഡോറ ദ എക്സ്പ്ലോററിൻ്റെ ഇന്നത്തെ പ്രയാണം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇതങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നും ആയിരിക്കില്ല. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷെ അതൊക്കെ നമുക്ക് ഇനി വരും വീഡിയോസിൽ കറക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒക്കെ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോർ കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി നേരെ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയാൽ ഞങ്ങൾ ഇത് അറ്റാക്ക് ചെയ്യും. ഞങ്ങൾക്ക് ഭയങ്കര ക്രേവിംഗ് ആയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഞങ്ങൾ എന്തോ സംസാരിച്ച് വന്നപ്പോഴത്തേക്കിനും ഇത് കഴിക്കാനുള്ള കാര്യം പറഞ്ഞു. അപ്പോഴത്തേക്കിനും ഇത് കഴിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതാണ് കേട്ടോ. പെട്ടെന്ന് എടുത്തൊരു വ്ളോഗാണ്. അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ വേണ്ടിയിട്ട് ഇതിലൊന്നുമില്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.